ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദസ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനക കേസരം ഹരികഥാസംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പതേരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസേ. ശാന്തിദം ശാന്തിപർവം 12 പിന്നെ ശാന്തനവോക്തി മയം മിക്കതുമോർക്കന്നാകിൽ വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും പുണ്യതീർത്ഥാദിഫലം ദാനധർമ്മൗഘഫലം ജപഹോമാദിധർമ്മമാപദ്ധർമ്മവും പിന്നെ തപസാം നിയമാദി സാഖ്യയോഗാദിഭേദം മോക്ഷധർമ്മവും വിശേഷിച്ചറിയിച്ചു ഭീഷ്മർ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെ നിയോഗത്താൽ. അധ്യാത്മജ്ഞാനം മുഹുവിസ്തരിച്ചറിയിച്ചതധ്യായം 339 പദ്യങ്ങൾ 14,000 പിമ്പഞ്ഞൂറും ഹൃദ്യങ്ങളതിന്മേൽ 13 ശാസനികാഖ്യപർവതമതിലും ധർമ്മസ്ഥിതി പലതും പാർക്കും തോറും ദാനങ്ങളുടെ ഭേദമധികാരഭേദം ദാനധർമ്മനിഷ്ഠാദി വിധിഭേദങ്ങൾ പിന്നെ പാത്രഭേദവും കാലഭേദവും ദേശഭേദം ശാസ്ത്രസിദ്ധാന്തഭേദം മന്ത്രമൂർത്തികൾ ഭേദം ശ്രൗതസ്മാർത്താദിഭേദം താന്ത്രിക ഭേദങ്ങളും ചേതനാജഡ ഭാവഭേദവും മഖഭേദം സൃഷ്ടിപാലനഹരണങ്ങളും തത്കർമാനുഷ്ഠാനനിഷ്ഠാ പൂർവമവതാരാദികളും മാനസത്യാദി ഭേദഗതികൾ ഇവയെല്ലാം മാനസാനന്ദം വരുമാറരുളി ചെയ്തു കൃഷ്ണൻ. അധ്യായം 286 നല്ല പദ്യങ്ങൾ ഹൃദ്യങ്ങളായുണ്ടു 12,000. 14,000 മേധിക പർവമല്ലോ. മതിമാന്മാരായുള്ളോർക്കധിക മനോഹരം. മതിമാന്മാരായുള്ളോർക്കധികാര മനോഹരം. മാമുനി സംവർത്തകന്മരും നൃപനോടു സാമോദമരുൾ ചെയ്ത പുണ്യസത്കഥകളും ഈശ്വരനിയോഗത്താൽ പാണ്ഡവർ നിധി കൊള്ളുവാൻ വാച്ച സൈന്യത്തോടുദിച്ചാൻ ദിശിപ്പോയ കാലം. ദ്രോണജ ജ്വാലാകലനായ ബാലൻ പ്രാണഹീനനുമായി പിറന്നോരനന്തരം പ്രാണികൾക്കെല്ലാം ഉള്ളിൽ പ്രാണനാകിയ കൃഷ്ണൻ പ്രാണനുണ്ടാക്കിയതെന്തത്ഭുതമല്ലയല്ലോ. ഉത്തരപ്പെട്ടു പരീക്ഷിത്തായ നൃപഭര ഉത്തമോത്തമൻ പുരുഷോത്തമ ഭക്തനുണ്ടായി. ഉത്തരാം ദിശി മരുത്തൻ പുരാവച്ച നിധിയുക്ത പൂജകളും ചെയ്തുദ്ധരിച്ചുഴറ്റോടെ പാണ്ഡവർ വരുമ്പോൾ ഇങ്ങുണ്ടായി തനയനും
ഗാന്ധീവ ധനനശ്വം നടത്തിയിടുവാൻ പോയാൻ. ബഭ്രുവാഹനനായ പുത്രനോടേറ്റു തോറ്റിട്ടത്ഭുതം പൂണ്ടുപോന്ന മൃഗഭീക്ഷണം. പിന്നെ വൈഷ്ണവ ധർമ്മം ഹയമേധക കർമാനന്ദനം വാർഷ്ണേയ വിരചിത ധർമ്മചമതഭംഗം നകുലോപാഖ്യാനാദി പലതു ചൊല്ലി മുനി പകലില്ലിനി ഇപ്പോൾ പറവാനവയെല്ലാം. അധ്യായം ഉണ്ട് 133 ചൊല്ലാം പദ്യങ്ങൾ 4420. 15 നല്ല ശ്രമവാസ പർവം അധികം മനോഹര ജ്ഞാനവിഷഹരം. ഗാന്ധാരി കാന്തനന്ദൻ ഗാന്ധാരിയോടും കൂടി താന്തനായി പുരത്തിങ്കൽ 200 വാറും. പിന്നെ കുന്തിയും ഗാന്ധാരിയും താനുമായി പോയവാറു അന്തികേ വേദവ്യാസൻ എഴുന്നള്ളിയവാറും. മരിച്ച സുയോധനാദികൾ തമ്മി കണ്ടു ചിരിച്ചു ധൃതരാഷ്ട്രത്തെളിഞ്ഞു ചൊന്നവാറും. അംബികാതനയനും കുന്തിയും ഗാന്ധാരിയും സംഭ്രമം തീർന്നു പരലോകം പ്രാപിച്ചവാറും. മാണ്ഡവ്യശാപം തീർന്നു ധർമ്മരാജന്റെ ഗതി പാണ്ഡവർ കേട്ടു ഖേദിച്ചിരുന്നവാറും. പിന്നെ വൃഷ്ണികൾ വിനാശനം നാരദനരുൾ ചെയ്തു ഉഷ്ണനിശ്വാസത്തോടു കേട്ടതും ഇവയെല്ലാം. അധ്യായം 40 പദ്യങ്ങളായിരത്തി നുത്തരം 906 ഉണ്ടറിഞ്ഞാലും. മൗസലപർവം തന്നിൽ വൃഷ്ണികൾ വിനാശനം കംസാരിയായ കൃഷ്ണൻ സംസാര വിനാശനൻ അഗ്രജനോടും കൂടെ വൈകുണ്ഠം പ്രാപിച്ചതും വിഗ്രഹിച്ചു ധനഞ്ജയൻ വജ്രനെ വാഴിച്ചതും. സ്ത്രീധനാദികളോടു പോരുമ്പോൾ മധ്യേ മാർഗം ബാധികനായ പാർത്ഥൻ തന്നോടു കാട്ടാളന്മാർ പറിച്ചു കൊണ്ടാർദ്ധനം നാരിമാരെയുമെല്ലാം പെരുത്ത ഗാണ്ഡീവമും കുലയ്ക്കായില്ലയല്ലോ. ദിവ്യാസ്ത്രങ്ങളൊന്നും വഴിയെ തോന്നിയില്ലപ്പോൾ സവ്യസാചിയും ധനുസീഴച്ചാനെന്നു കേൾപ്പൂ. സത്യജ്ഞാനാനന്ദ നന്ദാമൃതൻ നാരായണൻ സത്വാദിമായ ഗുണരഹിതൻ പരമാത്മാ തത്വമസ്യാദി മഹാവാക്യാർത്ഥവസ്തുമൂർത്തി നിത്യനാം സച്ചിൻ പരബ്രഹ്മാഖ്യൻ കൃഷ്ണൻ തൻ്റെ നിത്യമാം മായാവിലാസങ്ങളും നിരൂപിച്ചാൻ. വേദവ്യാസനുമാത്മജ്ഞാനങ്ങൾ അരുൾ ചെയ്യാൻ ഖേദവുമടക്കി ശ്വേതാശ്വനും പുരിപ്പൂക്കാൻ. ദുഃഖം പൂണ്ട ജാതശത്രുക്ഷിതിപതിയോടു ശക്രനന്ദനൻ കൃഷ്ണഗതിയുമറിയിച്ചാൻ. ഇക്കഥയെല്ലാമല്ലോ മൗസലമെട്ടധ്യായം. ദുഃഖനാശനകര പദ്യങ്ങൾ 300 സർവവും ഉപേക്ഷിച്ചു ദിവ്യന്മാർ പാണ്ഡവന്മാർ ഉർവിയെ പ്രദക്ഷിണം ചെയ്യുവാനായി പുറപ്പെട്ടാർ എന്നത് മുന്നധ്യായം. 120 പദ്യം പുണ്യതം മഹാപ്രസ്ഥാനികമാകിയ പർവം. ധർമ്മരാജനോ ധർമ്മനന്ദനൻ പിമ്പേ ധർമ്മത്തെ പരീക്ഷിപ്പാൻ സാരമേയാകാരവും കൈക്കൊണ്ടു ദൈന്യം പൂണ്ടിങ്ങാരുമില്ലൊരു ഗതി. നിഷ്കൃപമുപേക്ഷിയായി എന്നൊരു ഭാവത്തോടും നിൽക്കുന്ന നേരമിതു കൂടാതെ എനിക്കിപ്പോൾ സ്വർഗപ്രാപ്തിയും വേണ കേവലമെന്നു നൃപൻ. ദേവദൂതനും പാണ്ഡുസുതനും ധർമാധർമ്മമാവോളവാദം
ചെയ്തു ദേവദൂതനും തോറ്റു. സ്വർഗാരോഹണ പർവം 18 അതതിൽ സ്വർഗാരോഹണ പർവം 18 സ്വർഗതി ലഭിച്ചിതു ധർമ്മജാതികൾക്കെല്ലാം. അധ്യായം 5 പദ്യങ്ങൾ 200 അധ്യയനം ചെയ്യുന്നോർക്കെന്നുമേ മുക്തി വരും. പർവവും 3000 ഗ്രന്ഥവും 100,000 ദിവ്യമിതധ്യായവും ഉണ്ടൊരു 2000. ശൗനകാദികൾ സുതൻ തന്നോട് ചോദ്യം ചെയ്തു, മാനമൊരക്ഷൗഹിണിക്കെങ്ങനെ എന്നു ചൊല്ലി. ഹസ്തിയും തേരുമോരോ അശ്വം 3-5 കാലാൾപത്തിയാം 3 പത്തി കൂടിയാൽ സേനാമുഖം. തത്ത്രിഗുണിതം ഗുലും ത്രിഗുണിതങ്കണം. തത്ത്രിഗുണിതയല്ലോ വാഹിനിയാകുന്നതും. തത്ത്രിഗുണിതയല്ലോ ത്രിഗുണിതയല്ലോപതനാകുന്നതും. തത്ത്രിഗുണിതം മുരാഖ്യയെന്നതു നൂനം. തത്ത്രിഗുണിതയല്ലോ ചൊല്ലേറൂമനീകനി. തദ്ദേശഗുണിതയാകുന്നതോ മക്ഷൗഹിണി. 21,870 കരികൾ വേണം. നല്ല രഥവും അത്ര വേണം. 3 മടങ്ങതിലശ്വകാലാളും 5 മടങ്ങി മതം അറിയിച്ചാൻ മുനികളോടു സുതൻ. വൈശമ്പായന മുനിജനമേജയനോടു വൈശിഷ്ടമുള്ള മഹാഭാരതമറിയിപ്പാൻ എന്തു കാരണമതു ചൊൽകെന്നു കേട്ടു സുതൻ. ബന്ധമുണ്ടായതറിയിച്ചിടിനാമെന്നു ചൊന്നാൻ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.